ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് യു കെ എം എല്ലിൻ്റെ ഒരു പുതിയൊരു വ്ളോഗും അല്ല, ഒന്നുമല്ല കേട്ടോ, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. കാരണം നമുക്ക് അത്യാവശ്യം എൻക്വയറീസ് വരുന്നതൊക്കെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുമ്പോഴാണ്. അതായത് സ്റ്റഡി അബ്രോഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇടുമ്പോഴാണ് നമുക്ക് കുറേ എൻക്വയറീസ് വരാറ്. അപ്പോൾ കുറേ എൻക്വയറി വന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്നും പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഈ വീഡിയോ ലിങ്ക് എടുത്ത് അയച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെയും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റേൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഒക്കെ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഫ്രീ ടു കോൺടാക്ട് മീ ഗൈസ്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ MBBS ഇൻ ജോർജിയനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എനിക്കൊരു ഏജൻസി ഉള്ള കാര്യം, ഇൻറ്റലക്ട് സ്റ്റഡി അബ്രോഡ്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് MBBS പ്രോഗ്രാമാണ്. മെഡിക്കൽ പ്രോഗ്രാംസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എബ്രോഡാണ് കേട്ടോ. MBBS ഇൻ ജോർജിയ, MBBS ഇൻ ഫിലിപ്പൈൻസ്, MBBS ഇൻ റഷ്യ, MBBS ഇൻ കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ മിക്ക സ്റ്റുഡൻസും പോകുന്നത് MBBS ഇൻ ജോർജിയയിലേക്ക് കേട്ടോ. കാരണം ജോർജിയ ആകുമ്പോൾ നമുക്ക് 6 കൊല്ലത്തെ കോഴ്സാണ് നമുക്ക് ജോർജിയയിൽ വരുന്നത്. സോ 6 കൊല്ലം നമുക്ക് ലോക്കൽ സപ്പോർട്ട് 24 hours നമ്മളുടെ സ്റ്റാഫ് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സ്റ്റാഫ് എല്ലാം സെറ്റാക്കി തരും കേട്ടോ. പ്രീ ഡിപ്പാച്ചർ സെക്ഷൻ മുതൽ പോസ്റ്റ് അറൈവൽ സെക്ഷൻ, വിസയുടെ A to Z ഉള്ള കാര്യങ്ങൾ, വിസ റിഫ്യൂസിൽ വരാണ്ടാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് അറൈവൽ സെക്ഷൻ, അക്കോമഡേഷൻ, എയർപോർട്ട് പിക്കപ്പ്, സിം കാർഡ്, ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ എല്ലാം റെഡിയാക്കി തരും. ഒരു പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സ്റ്റുഡൻറ്റ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുക, ക്ലാസ്സിന് കറക്റ്റ് പോവുക, ഇരുന്ന് പഠിക്കുക. അപ്പോൾ കുറേ പാരൻസ് എൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ജോർജിയ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ, അതുപോലെ തിരിച്ച് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയാം. ജോർജിയ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് കറക്റ്റായി പഠിക്കുമോ എന്നുള്ളത്. ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും, ഇപ്പം ഞാൻ നിൽക്കുന്ന UK യിലാണ്, കേംബ്രിഡ്ജിലാണ്. ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കും. പക്ഷേ പഠിക്കണോ പഠിക്കണ്ടേ എന്നുള്ളതൊക്കെ ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഇതാണ്. പിന്നെ മിക്ക രാജ്യങ്ങളിൽ ഈ പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പാർട്ട് ടൈം ജോബ് ചെയ്ത് പൈസ കുറച്ച് അക്കൗണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക സ്റ്റുഡൻസിനും പഠിക്കാനുള്ളൊരു മൂഡ് പോകും. കാരണം എനിക്കും അനുഭവമുണ്ട്, എല്ലാവർക്കും അനുഭവമുണ്ട്, ഈ വീഡിയോ എടുക്കുന്ന ആൾക്കൊരു അനുഭവമുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബ് ചെയ്ത് കുറച്ച് പൈസ അക്കൗണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാനുള്ള മൂഡ് പോകും. പക്ഷേ ജോർജിയ എന്ന രാജ്യത്ത് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അങ്ങനത്തെ സിസ്റ്റമേ ഇല്ല. കറക്റ്റ് പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം, അടുത്ത ദിവസം ക്ലാസ്സിന് വീണ്ടും പോകണം. അങ്ങനെ സിസ്റ്റമാണ്. കറക്റ്റ് പഠിച്ചെടുത്തോളും. കറങ്ങാനും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ അത് ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞല്ലോ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ച ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ജോർജിയ മാത്രമല്ല ഏത് വിദേശത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ ചെന്ന് MBBS പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. മിക്ക ആൾക്കാരും വിചാരം എന്താണെന്ന് അറിയാം, നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ നീറ്റ് വേണ്ട, നീറ്റ് എഴുതാൻ മടിയുള്ള ആൾക്കാരാണ് വിദേശത്ത് പോയി പഠിക്കുന്നത് എന്നൊക്കെയാണ് മിക്ക ആൾക്കാർ വിചാരം. പക്ഷെ അങ്ങനെയല്ല. ജോർജിയ പോയി തിരിച്ച് ഇന്ത്യയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നീറ്റ് ക്വാളിഫൈ ആയാൽ മതി, ജസ്റ്റ് പാസ് ഔട്ട് ആയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കാസ്റ്റ് ഉണ്ടാവുമല്ലോ, OBC, ജനറൽ, SC, ST എന്നൊക്കെ ഒരു കാസ്റ്റ് ഉണ്ടാവുമല്ലോ. ആ കാസ്റ്റിന് എല്ലാ കൊല്ലം ഓരോ പാസിംഗ് സ്കോർ ഉണ്ടാവും. ആ പാസിംഗ് സ്കോർ കറക്റ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോർജിയയിൽ ചെന്ന് MBBS പഠിച്ച് തിരിച്ച് നാട്ടിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ നാട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ആവശ്യമില്ല. മിക്ക ഏജൻസീൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടതാണ് IELTS എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആലോചിക്കുന്നത് എന്ത് IELTS എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഷോമണി അസിസ്റ്റൻസ്, അതും ഞാൻ ആലോചിക്കുന്നത് എന്ത് ഷോമണി കാണിച്ചിട്ടാണ് അവർ പോകുന്നതെന്ന്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. IELTS ആവശ്യമില്ല, ഷോമണിൻ്റെ ആവശ്യമില്ല. നമ്മൾ VFS ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്പോൺസർ മിക്കവാറും നമ്മുടെ ഫാദറോ മദറോ ആയിരിക്കും. മോസ്റ്റ്ലി എല്ലാവരുടെ ഫാദേഴ്സ് ആയിരിക്കും. നമ്മളെ സ്പോൺസറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒരു 4 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. ഇത്ര എമൗണ്ട് അതിൽ ഉണ്ടാവണം അങ്ങനെ ഒന്നുമില്ല. 4 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുക VFSൽ. പിന്നെ നീറ്റ് ക്വാളിഫൈ ആവാണ്ട് ആർക്കും ജോർജിയയിൽ ചെന്ന് MBBS നാട്ടിൽ വരാൻ പറ്റില്ല. കാരണം MBBS പഠിക്കാൻ ജോർജിയ ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് നീറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ തിരിച്ച് ഇന്ത്യയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നീറ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ രാജ്യങ്ങളിൽ പോയി പഠിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നൊരു എക്സാം ഉണ്ട്. ഈ നെക്സ്റ്റ് എന്ന എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. സോ നിങ്ങൾ അത് വിചാരിക്കണം. പിന്നെ ചുമ്മാ ഒരു ഡോക്ടറായാൽ മതി, ചുമ്മാ ഒരു പേര് ഡോക്ടറായാൽ മതി എന്നുള്ളെങ്കിൽ നീറ്റിന് നമുക്ക് ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോർജിയ ഒരു ഇൻ്റർനാഷണൽ രാജ്യമാണ്.
അവിടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, വേറെ കുറേ രാജ്യങ്ങൾ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. സോ അവിടെ അങ്ങനെ നിബന്ധനല്ല നീറ്റ് പാസ്സാവണം, അതുപോലെ നീറ്റ് വേണമെന്നില്ല. കാരണം അവിടുത്തെ എന്ന് പറഞ്ഞാൽ MD എന്നാണ്. അവിടെ ആരും MBBS എന്നതിന് പറയില്ല. അവിടെ എല്ലാവരും ഇതിന് MD മെഡിക്കൽ ഡോക്ടർ ഡിഗ്രി എന്നാണ് ഇതിന് പറയുക അവർ. സോ അത് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ ചീപ്പ് ലിവിങ് കോസ്റ്റാണ് നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 20,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മാസം 20,000 to 30,000 ഉണ്ടെങ്കിൽ നമുക്കൊരു മാസം നമുക്ക് ജീവിക്കാൻ ഇള്ളാൻ പറ്റും. കാരണം ഒരു 15 to 20 10,000 മുതൽ അവൈലബിൾ ആട്ടോ ഷെയറിംഗ് റൂംസ് ഒക്കെ. 10,000 to 20,000 നമുക്ക് ഷെയറിംഗ് റൂം കിട്ടും. ഇപ്പോൾ സിംഗിൾ ആണെങ്കിൽ 30,000 ഒക്കെ നമുക്ക് അടിപൊളി സിംഗിൾ ഫ്ലാറ്റ് കിട്ടും കേട്ടോ. 1 BHK ഫ്ലാറ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇന്ത്യൻ ഫുഡ് ആണെങ്കിൽ നമുക്ക് ഹോട്ടൽസും കാര്യങ്ങളും അതുപോലെ തന്നെ മെസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കറക്റ്റ് സമയത്ത് വീട്ടിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റിലാണെങ്കിൽ കൊണ്ട് എത്തിച്ച് കൊടുക്കും കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനൊന്നും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫീസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ മെയിൻലി അഡ്മിഷൻസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ആയിട്ടാണ്. തിബിലിസിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലായിട്ടാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസ് ചീപ്പ് ഫീസാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലേണിംഗ് സിസ്റ്റം ആണ്. WHO അതുപോലെ തന്നെ WHO NMC വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ നാഷണൽ മെഡിക്കൽ കൗൺസിലും അംഗീകരിച്ച യൂണിവേഴ്സിറ്റീസ് ആട്ടോ. കുറേ യൂണിവേഴ്സിറ്റീസ് വേറെയും ജോർജിയയിലുണ്ട്. ഫീസ് ഇതിനെക്കാളും കുറഞ്ഞു കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഈ അക്രിഡിറ്റേഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് അപ്രൂവലും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ചുമ്മാ വെറുതെ 10 ലക്ഷം രൂപയ്ക്ക് MBBS 20 ലക്ഷം രൂപയ്ക്ക് MBBS എന്ന് പറഞ്ഞിട്ട് ആരും പോകരുത് കേട്ടോ. ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് ഇട്ടൊരു എമൗണ്ട് ഞാൻ പാരൻസ് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറെന്ന് പറഞ്ഞാൽ 35 lakhs ലിവിങ് എക്സ്പെൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, ട്യൂഷൻ ഫീസ്. 6 കൊല്ലത്തേക്കുള്ള ട്യൂഷൻ ഫീസാണ് ഞാൻ 35 ലക്ഷം രൂപ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള ചിലവ് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു 30 to 35,000 വരെ നമുക്കൊരു മാസം നമുക്ക് ചിലവും കാര്യങ്ങളും വരുള്ളൂ. പിന്നെ എല്ലാ രാജ്യത്തുള്ള പോലെ തന്നെ സെംബ്രേക്ക് നമുക്ക് നാട്ടിൽ വരാം. പിന്നെ അവിടെ വിൻ്റർ ഉണ്ട്, സമ്മർ ഉണ്ട്, എല്ലായിടത്തും പോലെ തന്നെ ചൂടുകാലം ഉണ്ട്, തണുത്ത കാലം ഉണ്ട്, സ്നോഫോളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പ്രോസസ്സ് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ കറക്റ്റ് സമയത്തോടെ എത്തുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ VFS എന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ വിസ കിട്ടണമെങ്കിൽ VFS ത്രൂ ആണ് നമുക്ക് വിസ കിട്ടുക. ഈ VFS നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈം ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് ജോർജിയ പോകാൻ വേണ്ടി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് എനിക്ക് VFS അപ്പോയിൻമെൻറ്റ് എടുക്കുന്നുണ്ടായില്ല. കാരണം കൊറോണ ടൈം ആയിരുന്നു, ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. ഡയറക്റ്റ് അന്ന് പോകുന്ന 20 സ്റ്റുഡൻസിന് ഫസ്റ്റ് 20 സ്റ്റുഡൻസിന് മാത്രം അപ്പോയിൻമെൻറ്റ് എടുത്ത് കൊടുക്കണ്ടായിരുന്നു, ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം, ഡേറ്റും സമയം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ഡിലേ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് എടുക്കുന്ന സമയമാണ് ജനുവരി ഇൻടേക്ക് അതുപോലെ തന്നെ സെപ്റ്റംബർ ഇൻടേക്ക്. നിങ്ങൾ ഈ സമയത്ത് ഈ കറക്റ്റ് ആ എൻഡിൻ്റെ സമയത്ത് കൊണ്ടിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ കിട്ടാൻ ഭയങ്കര ലേറ്റ് ആവും. കാരണം നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് വിസ സിസ്റ്റം മാത്രമേ ഉള്ളൂ. കാരണം 1 month ടൈം നമുക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓരോരുത്തരുടെ ലെക്ക് അനുസരിച്ച്. നമ്മൾ UK പോലെ കാനഡ പോലെ നമുക്ക് പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി ഒന്നും ഇല്ല. നോർമൽ വിസ സ്റ്റാൻഡേർഡ് വിസ മാത്രമേ നമുക്ക് ജോർജിയയിലുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. കാരണം ക്ലാസ്സസ് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല സെപ്റ്റംബർ ഇൻടേക്കിൽ നമ്മൾ ത്രൂ പോകുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ്, അവിടെ എത്താനുള്ള ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് അവിടെ എത്താനുള്ള നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീ ഡിപ്പാച്ചർ സെക്ഷൻ, എയർപോർട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ. സോ എല്ലാ A to Z വിസയുടെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ പോസ്റ്റ് അറൈവൽ സെക്ഷനും ഇവിടുന്ന് അക്കോമഡേഷൻ റെഡി ആയി പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് സ്റ്റുഡൻറ്റ് നമ്മൾ കയറ്റി വിടുള്ളൂ. സോ അതും നിങ്ങളെല്ലാവരും സെറ്റാക്കാം. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. പാരൻസ് വീഡിയോ കാണുകയാണെങ്കിലും സ്റ്റുഡൻസ് വീഡിയോ കാണുകയാണെങ്കിലും അവരുടെ ഫുൾ സപ്പോർട്ട്, അതായത് 24 hours 6 കൊല്ലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാം നോക്കി സെറ്റാക്കി കൊടുക്കുന്ന കേട്ടോ. ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്റലക്ട് സ്റ്റഡി അബ്രോഡ്. താഴ്ച ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് വെച്ചാൽ അതിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അഡ്മിഷൻ കൗൺസിലിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എൻ്റെ ഇൻ്റർനാഷണൽ നമ്പർ കേട്ടോ, എൻ്റെ ഇന്ത്യൻ നമ്പർ അല്ല, ഞാൻ UK യൂസ് ചെയ്യുന്ന നമ്പർ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുള്ളത്. അതിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ B2B അഡ്മിഷൻസ് ചെയ്യണോ നല്ല ചെയ്യുന്ന ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയുള്ള കോൺട്രാക്റ്റ് ആണ്. മിക്ക ഏജൻസീസ് B2B കോൺട്രാക്റ്റ് കേട്ടോ. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ഫീസ്, മറ്റേ ഫീസ്, മറിച്ച ഫീസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫീസ് നിങ്ങൾക്ക് വാങ്ങും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഫീസ് അടയ്ക്കുമ്പോൾ കറക്റ്റ് അല്ല, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ നമ്മൾ വാങ്ങില്ല കേട്ടോ. എല്ലാം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ അയക്കുന്നത്. അത് നമ്മളല്ല അയക്കുന്നത്, നിങ്ങൾ പാരൻസ് തന്നെ ആയിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ അക്കൗണ്ടിലേക്കല്ല അയക്കുന്നത് കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ക്യാമറമാൻ ഇത് essay കേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങ് കടന്നുറങ്ങുന്നുണ്ട്. എനിക്ക് പോയിട്ട് കുറച്ച് വേറെ പരിപാടിയുണ്ട്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രീ ടു ആസ്ക് മീ ഗൈസ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഇൻ ഡിസ്ക്രിപ്ഷൻ.
അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്തൊരു ദിവസം എന്നാണെന്നറിയില്ല, എന്നായിരിക്കാലും അടുത്ത ദിവസം കാണാം ഗൈസ്. സീ യു, ബൈ.